നേന്ത്രപ്പഴം പൈപ്പ് കൂടിയാലും കുഴപ്പമില്ല, പൈപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല, തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് നേന്ത്രപ്പഴം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് നെയ്യിൽ ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് 2 ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് അരക്കപ്പ് തേങ്ങ ചിരവിയതാണ്. ആദ്യം നമുക്ക് ഈ നെയ്യിലിട്ടിട്ട് ഇതൊന്ന് 2 ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ടിത് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതേ പാനിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ച തേങ്ങ ചിരവിയതുണ്ടല്ലോ അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് നട്ട്സ്, അതായത് കാഷ്യൂ നട്ട്സ് ആയാലും കുഴപ്പമില്ല, ആൽമണ്ട്സ് ആയാലും കുഴപ്പമില്ല, പിസ്ത ആയാലും കുഴപ്പമില്ല, എന്തായാലും ഉള്ളത് കുറച്ചൊരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് നമുക്കിതുപോലെ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കേണ്ട. ഇതിലോട്ട് തന്നെ നമ്മൾ എടുത്ത് വെച്ച തേങ്ങ ചിരവിയതുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കളറൊന്ന് ചേഞ്ച് ആക്കി എടുക്കട്ടോ. ഓവറായിട്ട് ചേഞ്ച് ചെയ്യേണ്ട, അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ടല്ലോ അതൊന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ തേങ്ങ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കുമ്പോൾ. ഇനി നമുക്കിത് തേങ്ങ വറവായി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ്, നല്ല ഹെൽത്തി പലഹാരമാണ്. നമ്മൾ പഴംപൊരിയൊക്കെ പൊരിക്കുമ്പോൾ എണ്ണയിലൊക്കെ മുക്കി പൊരിക്കേണ്ട, ഇതൊന്നും ആവശ്യമില്ല. അതും കൂടി ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനൊരു 3 മുട്ട ഒരു മിക്സിയുടെ ജാറിലോട്ട് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് നമുക്ക് ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ പാനിൻ്റെ ചൂടിൽ കിടന്നോട്ടെ, ഇതൊന്നും കൂടി ഒന്ന് ആവാനുണ്ട് കേട്ടോ. ഈ പാനിൻ്റെ ചൂടിൽ തന്നെ കിടന്നാൽ മതി. ഇനി നമ്മൾ ബാറ്ററി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കുറച്ച് ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര, കൂടുതൽ പഞ്ചസാര ഇടേണ്ട, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര, അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണ്ട, ഒരു അര കപ്പ് എടുത്തിട്ട് അതിന് പകുതി ആദ്യം ഇട്ടിട്ട് പിന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് പിന്നെ ബാക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നെയ്യ് തടവിയ ഒരു പാൻ എടുക്കുക, ഒരു സോസ് പാൻ എടുക്കുക. അതിൽ നമ്മൾ പഴം റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ആദ്യം ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ തേങ്ങയും നട്ട്സും കൂടിയുള്ള മിക്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ട് നമ്മളെടുത്ത ബാറ്റർ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. വീണ്ടും പഴം നിരത്തി വെക്കുക. ഇതുപോലെ തന്നെ തേങ്ങയും നട്ട്സ് കൂടി ഉള്ളത് ഇട്ട് കൊടുക്കുക. പിന്നെ അത് ബാക്കിയുള്ള മാവ് മേലെ ഒഴിച്ച് കൊടുക്കട്ടോ. ഈ ബാറ്ററും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കേട്ടോ. ഒരു സൈഡ് കുക്കായതിന് ശേഷം നമുക്കിത് വേറൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി വെച്ചാൽ നമ്മുടെ അടിപൊളി പോള ഇവിടെ റെഡി ആയിട്ടോ. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നമ്മൾ പഴമൊക്കെ പൊരിക്കുന്ന അതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഏകദേശം. പക്ഷേ പഴമൊക്കെ നമുക്ക് എണ്ണയിൽ മുക്കി പൊരിക്കേണ്ട, ഇതൊന്നുമില്ല. നമുക്ക് കുറച്ചൊരു നെയ്യിൻ്റെ ഒരു ആവശ്യമുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.